നമ്മൾ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഉത്ഭവവും വളർച്ചയെപ്പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികത കണ്ടെത്തിയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് തുർക്കിയിൽ കാണുന്ന ഗോബക്കി തെപ്പി, കരാളി തെപ്പി തുടങ്ങിയ സ്ഥലങ്ങളാണ്. അവിടെ 10,000-ലേറെ വർഷം പഴക്കമുണ്ടെന്നാണ് ആ നാഗരികതയ്ക്ക് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. അത് കണ്ടെത്തുമ്പോൾ അതിനകത്ത് ശിവലിംഗ പ്രതിഷ്ഠ കാണുകയാണ്. അതുപോലെ തന്നെ പരമശിവന്റെ വിഗ്രഹം പോലെയുള്ള പ്രതിഷ്ഠകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10,000 കൊല്ലം പഴക്കമുള്ള ആദിമ നഗരങ്ങളിൽ തന്നെ ക്ഷേത്രങ്ങൾ കാണപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ഒരു 8,000 വർഷങ്ങൾക്ക് മുമ്പ് യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറിൽ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അവിടെ വലിയൊരു മഞ്ഞ് മല ഇടിഞ്ഞ് താഴെ വരികയും ആ മല ക്ലിയർ ചെയ്ത് ചെല്ലുമ്പോൾ അതിനടിയിൽ ഒരു ശിവക്ഷേത്രം കാണപ്പെടുകയും ചെയ്തു. ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെ പണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. 4,000-ഓളം ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയാണ് കാസ്പിയൻ കടൽ എന്ന കടൽ. ഈ കാസ്പിയൻ കടലിന് ആ പേര് വരുന്നത് ഹിന്ദുക്കളുടെ കശ്യപ മുനിയിൽ നിന്നാണ്. കശ്യപ സാഗരം അതാണ് കാസ്പിയൻ കടലായി മാറുന്നത്. ആ കശ്യപന്റെ മക്കളായിരുന്നു ദേവന്മാരും അസുരന്മാരും ദൈത്യന്മാരും ദാനവന്മാരും ഉൾപ്പെട്ട വലിയ ജനവിഭാഗങ്ങൾ. അവരാ രാജ്യങ്ങളൊക്കെ താമസിച്ച് നിവസിച്ചിരുന്നു. അങ്ങനെയുള്ള അസുരന്മാരുടെ പിൻഗാമികളാണ് അസൂർ അല്ലെങ്കിൽ അസീറിയ എന്ന് വിളിക്കുന്നത്. ഉത്തര ഇറാനിൽ ദാവോസ് എന്ന് പറയുന്ന പട്ടണമുണ്ട്. അവിടെയാണ് എക്കണോമിക് കോൺഫറൻസ് നടക്കുന്നത്. ദാവോസ് എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ താമസ സ്ഥലമാണ്. ഇറാന്റെയും പാകിസ്ഥാന്റെയും ഏരിയയിലെ പ്രസിദ്ധമായ ഏരിയയാണ് രാക്ഷസാൻ പ്രോവിൻസ്. ആ രാക്ഷസാൻ പ്രോവിൻസ് രാക്ഷസന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ പ്രദേശത്താണ് ഡാൻ പ്രോവിൻസ്. ദാനവന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഡാൻ പ്രോവിൻസ് എന്ന് പറയപ്പെടുന്നത്. അവിടെയെല്ലാം പ്രാചീന ഹൈന്ദവ രാജ്യങ്ങളായിരുന്നു. കാസ്പിയൻ കടലിന് തീരെ താമസിച്ചിരുന്ന കശ്യപ്യൻ അവിടുന്ന് പിന്നെ യാത്ര ചെയ്ത് കാശ്മീർ പ്രദേശവും താമസിച്ചു. കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കശ്യപ്യമീർ, കശ്യപ്പൻ വന്ന് താമസിച്ച മല എന്നാണ് കാശ്മീർ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിന് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല സ്ഥലമാണ് ഈ കാശ്മീർ. ഇറാൻ പണ്ട് സംസ്കൃത ഭാഷ സംസാരിക്കുന്ന രാജ്യമായിരുന്നു. പേർഷ്യൻ സംസ്കാരം ഉണ്ടാക്കിയ പ്രഗത്ഭനായ രാജാവ് സൈറസ് സംസ്കൃത ഭാഷയിൽ സരസ എന്ന വാക്കായിരുന്നു ഗ്രീക്കുകാർ സൈറസ് എന്നാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ കൊച്ചുമോനായിരുന്നു പേർഷ്യയിലെ വലിയ ചക്രവർത്തിയായിരുന്നു സർക്സസ് ചക്രവർത്തി. സക്സസ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ സഹർഷൻ എന്ന വാക്കാണ് സർക്സസായി രൂപാന്തരപ്പെട്ടത്. അഫ്ഗാനിസ്ഥാൻ പണ്ട് ഹൈന്ദവ രാജ്യമായിരുന്നു. അവരുടെ പ്രസിദ്ധമായ ഏരിയയാണ് ഗാന്ധാര. അവിടെ നിന്നാണ് കൗരവന്മാരുടെ അമ്മ ഗാന്ധാരി വന്നത്. ഗാന്ധാര ദേശത്ത് നിന്ന് വന്നുകൊണ്ടാണ് ആ രാജ്ഞി ഗാന്ധാരി എന്ന് വിളിക്കുന്നത്. ഗാന്ധാരി തെക്കനേഷ്യ മുഴുവൻ ഹിന്ദു രാജ്യങ്ങളായിരുന്നു. ഹിമാലയ പർവ്വതം കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൽ നിന്ന് 100 കിലോമീറ്റർ തെക്കാണ് ഏറ്റവും വടക്കേറ്റത്തുള്ള ക്ഷേത്രം. തെക്കൻ ചൈനയിൽ മാത്രം 4,000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ചിലത് ക്ഷേത്രമായി തന്നെ നിൽക്കുന്നു. ബർമ്മ ഹിന്ദു രാജ്യമായിരുന്നു. മലേഷ്യ ഹിന്ദു രാജ്യമായിരുന്നു. തായ്ലൻഡ് ഇന്നും ഹിന്ദു രാജ്യമാണ്. തായ്ലൻഡിൻ്റെ ഒറിജിനൽ പേര് സയാം. സംസ്കൃതത്തിലെ ശ്യാമദേശം, അതാണ് സയാം എന്നാണ് മാറിപ്പോയത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് കംബോഡിയ. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഇന്ത്യയിലല്ല, കംബോഡിയയിലാണ്. അങ്കോർ വാട്ട് ക്ഷേത്രം. 10 ചതുരശ്ര കിലോമീറ്ററിലാണ് ആ ക്ഷേത്രം നിൽക്കുന്നത്. 5,500 ഏക്കർ ഭൂമിയിലാണ്. ലോകത്തിലൊരു മതത്തിനും അത്ര വിശാലമായ ഒരു ആരാധനാലയമില്ല.
10.5 ചതുരശ്ര കിലോമീറ്റർ ക്ഷേത്രം നിൽക്കാന്ന് പറയുന്നത്. തറയിൽ നിന്നാൽ ക്ഷേത്രം മുഴുവൻ കാണാൻ ഒക്കെയില്ല. മേളിലൊരു ഹെലികോപ്റ്ററിൽ പോയി താപ്പോട്ട് നോക്കിയെങ്കിൽ ഇത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ പ്രത്യേകമായി തമിഴ്നാട്ടിൽ നിന്ന് അവിടെ പോയി അവിടുത്തെ ഒരു നാഗരാജകുമാരിയെ കല്യാണം കഴിച്ച ഒരു രാജവംശമാണ് അത് പണിയുന്നത്. ഇനി കംബോഡിയ കഴിഞ്ഞ് വിയറ്റ്നാമിൽ പോയാൽ, വിയറ്റ്നാം പണ്ട് ഹിന്ദുമത രാഷ്ട്രമായിരുന്നു. 250 വർഷത്തിന് മുമ്പാണ് വിയറ്റ്കോങ്ങിൽ വന്നിട്ട് ആ വിയറ്റ്നാം പിടിച്ചെടുക്കുന്നത്. വിയറ്റ്നാമിൽ ഇപ്പോഴും നിരവധി ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. വിയറ്റ്നാം കഴിഞ്ഞ് നമ്മൾ പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ, പസഫിക് സമുദ്രത്തിൽ 14 ദ്വീപസമൂഹങ്ങളുടെ പേര് രാമായണത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേരിലാണ്. അതിൻ്റെയും വടക്കാണ് ഈസ്റ്റർ ഐലൻഡ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സ്ക്രിപ്റ്റ് ലിപി അതുപോലെ ഇന്ത്യക്ക് പുറത്ത് കിട്ടിയിരിക്കുന്ന ഏക സ്ഥലം ഈസ്റ്റർ ഐലൻഡാണ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ വിളിക്കുന്നെങ്കിലും ഇൻഡസ് വാലി മാത്രമല്ല, അവരിങ്ങനെ പരന്നങ്ങ് പസഫിക് സമുദ്രം വരെ കിടക്കുകയായിരുന്നു. കൊറിയ പണ്ടൊരു ഹിന്ദുമത രാജ്യമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24 പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി. പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ വന്നത് കൊറിയയിൽ നിന്ന് 150 പേരാണ്. കൊറിയയിലെ രാജവംശം എപ്പോഴും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഇക്ഷ്വാകു രാജവംശത്താണ് കല്യാണം കഴിച്ചിരുന്നത്. അതുകൊണ്ട് അവരുടെ രാജവംശത്തിലുള്ളവരെല്ലാം ശ്രീരാമന്റെ രക്തമുള്ളവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കൊറിയ. ഇനി അതിൻ്റെ അപ്പുറത്ത് ജപ്പാനാണ്. ജപ്പാൻ ആദ്യം ഹിന്ദുമത രാജ്യമായിരുന്നു, പിന്നെ അത് ബുദ്ധമത രാജ്യമായിട്ട് മാറി. ജപ്പാന്റെ ഇംഗ്ലീഷിലുള്ള പേര് നിപ്പോൺ. നിപ്പോൺ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ നിപുണദേശം, അതാണ് നിപ്പോൺ, ജപ്പാനായി മാറി. ഇനി താഴോട്ട് എന്നാൽ ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള ക്ഷേത്രം. ഇന്തോനേഷ്യയിലെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്നൊരു 200 കിലോമീറ്റർ അപ്പുറത്താണ് ബൊറോബുദൂർ ക്ഷേത്രം. ബൊറോബുദൂർ ക്ഷേത്രം 1.5 കിലോമീറ്റർ നീളമാണ്. മെയിൻ ഗേറ്റിൽ നിന്ന് അകത്ത് കയറിയാൽ 1.5 കിലോമീറ്റർ ക്ഷേത്രത്തിലൂടെ യാത്ര ചെയ്ത് അപ്പുറത്ത് എന്നെങ്കിലും ക്ഷേത്രത്തിന് പുറകെ ചെല്ലുള്ളൂ. ലോകത്തിൽ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയമില്ല. അവിടുത്തെ പ്രസിഡന്റുമാരെല്ലാം പേര് കേട്ടിട്ടുണ്ടോ? സുകാർണോ, സുകർണൻ, മേഘവതി, മേഘം, ആകാശമേഘങ്ങളുടെ ഇതുള്ളവൾ മേഘവതി, സുകാർണോ പുത്രി. വേറൊരു പ്രസിഡന്റ് പേര് സുഹാർത്തോ, സുഹൃത്ത്, ഫ്രണ്ട്, സംസ്കൃത. അവരൊക്കെ സംസ്കൃതമാണ്. നമ്മളവിടുന്ന് ഓസ്ട്രേലിയയിൽ ചെന്നാൽ അവിടുത്തെ മവോറീസ് ആദ്യം രാജവംശ ജനവിഭാഗമാണ്. അവരുടെ രക്തമെടുത്ത് DNA പരിശോധിച്ചു. അപ്പോഴാണ് തമിഴ്നാട്ടിലെ ഇരുളരുടെയും കേരളത്തിലെ ഉള്ളാടന്മാരുടെയും DNA ആണ് ഓസ്ട്രേലിയയിലെ മവോറീസിനുള്ളത്. അവരുടെ ക്ഷേത്രമുണ്ടായിരുന്നു. അവിടെ ഒരു പുണ്യ മണിയുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഇടിവെട്ടിയപ്പം അതിനകം വൃത്തിയാക്കാൻ കയറിയ മണിയെടുത്ത് പരിശോധിച്ചു. ആ മണിയിൽ പരമശിവന്റെ പേര് തമിഴ് ലിപിയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. തമിഴ് ലിപിയിൽ. അവർ ശൈവാരാധനക്കാരായി. ഇനി പസഫിക് സമുദ്രത്തിൽ ഇറങ്ങി ഒരു 4000 കിലോമീറ്റർ അപ്പുറത്താണ് ഫിജി എന്ന ദ്വീപ്. ഫിജി ഇപ്പോഴും ഹിന്ദുമത ഭൂരിപക്ഷമാണ്. 65% ഹിന്ദുക്കളാണ്. ആ ഫിജിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ രമണക ദ്വീപ് എന്നൊരു ദ്വീപുണ്ട്. അവിടുത്തെ ആളുകൾ പറയുന്നു, ഞങ്ങൾ കാളിയന്മാരാണ്. ഞങ്ങളെ ഭഗവാൻ കൃഷ്ണൻ യമുനാദിന്റെ തീരത്തു നിന്ന് ഓടിച്ചതാണ്. അവരിത് പറയുന്നത് കേട്ട് നമ്മൾ ഭാഗവതം തുറന്ന് വായിക്കുമ്പോൾ ഭാഗവതത്തിൽ കാളിന്തി നദി വിഷലിപ്തമായപ്പോൾ അതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ അവിടെ ഇറങ്ങി കാളിയനെ ചവിട്ടി പദമാക്കി. അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. അവരോടിയെന്ന് പറഞ്ഞു, ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. കാളിയന് 4 ആൺമക്കളുണ്ടായിരുന്നു. അവർ 4 കൂടെ ഓടി ഭഗവാന്റെ അടുത്ത് വന്നു, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, നിന്റെ അച്ഛനെ കൊല്ലാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ ഇനി നദി വിഷമാക്കാനൊക്കെയല്ല. അതുകൊണ്ട് നീ കടലിലിറങ്ങി 4000 യോജനയ്ക്ക് അപ്പുറത്ത് പോയി രമണക ദ്വീപ് പോയി താമസിച്ചോളാം. അങ്ങനെ കാളിയൻ ഭാര്യമാരെ മക്കളെ കൂട്ടി കടൽ കടന്ന് 4000 യോജനയ്ക്കപ്പുറത്ത് രമണക ദ്വീപ് പോയി താമസിച്ചു എന്ന് ഭാഗവതം പറയുന്നു. ഇതാ ഇന്ത്യയിൽ 4000 കിലോമീറ്റർ അപ്പുറത്ത് രമണക ദ്വീപ് എന്നുള്ള ദ്വീപിൽ കാളിയന്മാരെന്ന ആളുകൾ താമസിക്കുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കാളിയന്റെ സന്ധി പരമ്പര ഇവിടെ വന്ന് താമസിച്ചാണ്. അപ്പോൾ ലോകത്തിലെ 44ഓളം രാജ്യങ്ങളിൽ
പരന്നു കിടക്കുന്നതാണ് ഹിന്ദുമതം എന്ന് പറയുന്ന വിശ്വാസ സംഹിത. ഇന്ന് 3.5 കോടി ജനങ്ങളാണ് NRI, നോൺ റെസിഡന്റ് ഇന്ത്യൻസായി വിദേശത്ത് താമസിക്കുന്നത്. മൊറീഷ്യസിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഹിന്ദുക്കളാണ്. സിംഗപ്പൂർ, അവരുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രസിഡന്റ് രാജൻ ദേവൻ നായർ, നാഗർകോവിലിനപ്പുറത്തുള്ള ഒരു നായരാണ് സിംഗപ്പൂരിന്റെ 12 കൊല്ലത്തെ പ്രസിഡന്റ്. മഹാനായ ലീക്വാൻ യു ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രസിഡന്റാണ്. ഇപ്പോൾ സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ആരാണ്? ഷൺമുഖരത്നം, മധുരക്കാരൻ, ഒരു ഹിന്ദുവാണ് സിംഗപ്പൂരിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നത് കമല ഹാരിസ്, മധുരയിലെ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ മകളായിരുന്നു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വാൻസിന്റെ ഭാര്യ ഉഷ, ആരാണ്? ആന്ധ്രാപ്രദേശിലെ ഒരു റാവു കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഉഷ, അമേരിക്കയിലെ വൈസ് പ്രസിഡന്റിന്റെ ഭാര്യ. ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ഒരു കൊല്ലം മുമ്പ് വരെ ഹിന്ദുവായ, ദിവസവും വൈകിട്ട് വിളക്ക് കത്തിച്ച് രാമരാമ രാമം പാഹിമ പാടുന്ന ഒരു പ്രധാനമന്ത്രി. അദ്ദേഹം ഋഷിപ്രോക്ത പരമ്പരയുടെ പേരുള്ള ആളായിരുന്നു, ഋഷി സുനാക്. അവിടുത്തെ പ്രധാനമന്ത്രിയാണ്. സുനസ്തമിത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ഭരിച്ച് അവരുടെ പ്രധാനമന്ത്രി ഒരു ഹിന്ദു ആയിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ ഹിന്ദുക്കളാണ്. കാനഡയിലെ മന്ത്രിസഭയിൽ 4 പേർ ഹിന്ദുക്കളാണ്. അമേരിക്കൻ പാർലമെന്റിൽ 7 പേർ ഹിന്ദുക്കളാണ്, 7 പേർ. ന്യൂസിലൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ പ്രിയങ്ക നായർ, അങ്കമാലിക്കാരി നായർ സ്ത്രീയാണ് ന്യൂസിലൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ. ഇങ്ങനെ 14 രാജ്യങ്ങളിൽ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രമുഖനായ മന്ത്രിയോ ഹിന്ദുക്കളാണ്. വേൾഡ് ബാങ്കിന്റെ ചെയർമാൻ ഹിന്ദുവാണ്. IMFന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഹിന്ദുവാണ്. അമേരിക്കയിലെ എക്കണോമിക് കൗൺസിലിന്റെ മെമ്പർമാരിൽ 4 പേർ ഹിന്ദുക്കളാണ്. അമേരിക്കയിലെ സിക്കൽ വാലി പോയാൽ 35% ശാസ്ത്രജ്ഞന്മാർ ഹിന്ദുക്കളാണ്. അമേരിക്കയിലെ റോക്കറ്റ് വിക്ഷണ കേന്ദ്രമായ നാസയിൽ പോയാൽ 30% ഹിന്ദുക്കളാണ്. ഇന്ന് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡത്തിലും എല്ലാ രാജ്യത്തിലും നിർണായകമായി പങ്കുവയ്ക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഹിന്ദുക്കൾ. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠ പശുപതി വിഗ്രഹമാണ്. അത് കണ്ടാലേ അറിയാം, പരമശിവനാണ് ഈ പശുപതി. അങ്ങനെ 10,000 കൊല്ലം പഴക്കമുള്ള ഒന്നാണ് ഹിന്ദുമത ആരാധനയും ഹിന്ദുമത ക്ഷേത്രങ്ങളും. അപ്പോൾ ഈ ക്ഷേത്രം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്ഷേത്രം ഉണ്ടായത് 4 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യം ഉണ്ടായത് കാവുകളായിരുന്നു. ഒരു വനത്തിൽ അല്ലെങ്കിൽ ഇടതൂർന്ന വൃക്ഷങ്ങൾക്കിടയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഈശ്വരനുണ്ടെന്ന് സങ്കല്പിച്ച് അവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മരത്തിനോ ആ കാടിനോ ഒരു ക്ഷതവും വരുത്താതെ പ്രാർത്ഥിക്കുകയാണ്. അതാണ് കാവ് എന്ന് പറയുന്നത്. ആ കാവുകൾ അടുത്ത ഘട്ടത്തിൽ കോവിലായി മാറി. ഈശ്വര സാന്നിധ്യത്തിന് വെയിലും മഴയാക്കാതിരിക്കാൻ മതിലൊരു മേൽക്കൂര ഉണ്ടാക്കി. പിന്നെ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചുറ്റും ഒരു മതിൽ പണി. ചില മൃഗങ്ങൾക്ക് ഇത് കണ്ടാൽ വിഗ്രഹമെന്ന് മനസ്സിലാവുമോ? പട്ടി പൊങ്ങി നിൽക്കുന്ന എന്തെങ്കിലും കണ്ടാൽ ഉടനെ അത് മൂത്രം ഒഴിക്കും. അപ്പം മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണം. അപ്പം ചുറ്റും ഒരു മതിൽ പണി. അപ്പം മേൽക്കൂരയും ചുറ്റും ഒരു മതിലും വന്നപ്പോൾ കാവ് കോവിലായി. ആ കോവിൽ പിന്നീട് അമ്പലമായി. ഈശ്വരൻ ഗൃഹസ്ഥാശ്രമിയായ ഒരു മനുഷ്യനെ പോലെയാണെന്ന് സങ്കല്പിച്ചു. അതായത് താമസിക്കാനൊരു വീട് പണിയും. അതിൻ്റെ ബെഡ്റൂമിൽ ഈശ്വരനെ പ്രതിഷ്ഠിക്കും, വിഗ്രഹം വെക്കും. അതിന് വരാന്തയുണ്ട്, അതിന് അടുക്കളയുണ്ട്, അതിന് ചുറ്റും ഒരു മതിലുണ്ട്, വസ്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ബൗണ്ടറി വോളുണ്ട്. അത്രയുമായപ്പോൾ കോവില് അമ്പലമായി. 4ാമത്തെ ഘട്ടത്തിൽ ഇത് ക്ഷേത്രമായി മാറി. ക്ഷേത്രം 1500 വർഷത്തിന് മുമ്പാണ് ക്ഷേത്രങ്ങളുണ്ടായത്. മധുര മീനാക്ഷി ക്ഷേത്രം, ബൃഹദ്യാരണ്യക ക്ഷേത്രം തഞ്ചാവൂർ,
പ്രസിദ്ധമായ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം, ഇങ്ങനെ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുണ്ടായി. ആ വലിയ ക്ഷേത്രം ഉണ്ടാവുമ്പോൾ ആ ക്ഷേത്രത്തിന് വളരെ പ്രത്യേകതയോടു കൂടി 9 ഘടകങ്ങൾ വേണം. ഒരു ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിന് ഒരു ഗർഭഗൃഹം വേണം ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ. ആ ക്ഷേത്രത്തിനൊരു ഗോപുരം വേണം. ക്ഷേത്രത്തിന് ഒരു കൊടിമരം വേണം. ക്ഷേത്രത്തിനൊരു കൊടി ഉണ്ടായിരിക്കണം. ക്ഷേത്രത്തിനൊരു ബലിത്തറ ഉണ്ടാവണം. ഇങ്ങനെ 9 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ആരാധനാലയം ക്ഷേത്രമായി മാറുന്നത്. അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ 10,000 കൊല്ലത്തെ വളർച്ചയുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ആദ്യം കാവുണ്ടായത്, കാവെങ്ങനെ കോവിലായി, കോവിലെങ്ങനെ അമ്പലമായി, അമ്പലമെങ്ങനെ ക്ഷേത്രമായി. അപ്പോൾ ക്ഷേത്രത്തെ മനസ്സിലാക്കുമ്പോൾ ഓരോ ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. ഒരേ പട്ടണത്തിൽ ഒരേ ദേവന് 2 ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ 2 ക്ഷേത്രവും വ്യത്യസ്തമായിരിക്കും. ക്രിസ്ത്യൻ പള്ളി എവിടെ പോയാലും ഒന്നുപോലിരിക്കും. മുസ്ലിങ്ങളുടെ മോസ്ക് എവിടെ പോയാലും ഒന്നുപോലിരിക്കും. പക്ഷേ ഹിന്ദുക്കളുടെ ഒരേ പട്ടണത്തിൽ ഒരേ ദേവന് 2 ക്ഷേത്രം ഉണ്ടെങ്കിൽ 2 ക്ഷേത്രവും വ്യത്യസ്തമായിരിക്കും. ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പഠിക്കുമ്പോഴാണ് ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാവും. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെയൊക്കെ അഭിമാനമായൊരു ക്ഷേത്രമാണ്. നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആ ക്ഷേത്രത്തിന് ചില പ്രത്യേകത ഉണ്ട്. വിഷുവിൻ്റെ അന്ന് രാവിലെ ആ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു പ്രകാശരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിന് വലത്തെ തള്ളവിരലിൽ മുട്ടി നിൽക്കും. സൂര്യഭഗവാൻ പത്മനാഭസ്വാമിയെ വണങ്ങുന്നു എന്ന് ശാസ്ത്രം. പകൽ നമ്മൾ നോക്കിയാൽ ദ്വാരം കാണുമോ? ഇല്ല. മഴ പെയ്താൽ ദ്വാരത്തിൽ കൂടെ വെള്ളം വരുമോ? ഇല്ല. പക്ഷേ 1000 കൊല്ലത്തിന് മുമ്പ് പണിയിച്ച രാജാവിനും ശില്പിക്കും ആ പൂജാരിക്ക് അറിയാമായിരുന്നു വിഷുവിൻ്റെ അന്ന് രാവിലെ സൂര്യഭഗവാൻ ഏത് ദിശയിൽ നിൽക്കും, എവിടെ ദ്വാരം ഉണ്ടാക്കിയാൽ ആ സൂര്യരശ്മി നേരെ വന്ന് പത്മനാഭസ്വാമിയുടെ വലത്തെ കാലിൻ്റെ വലത്തെ തള്ളവിരലിൽ മുട്ടി നിൽക്കും. അത്ര ഭയങ്കരമാണ്. ടെലസ്കോപ്പൊന്നുമില്ല. വളരെ ദൃഷ്ടിയിലൂടെയാണ് അവർ കണ്ടെത്തി അത് പ്രദർശിച്ചിരിക്കുന്നത്. സമ്മർ സോൾസ്റ്റീസിലും വിൻ്റർ സോൾസ്റ്റീസിലും ജൂൺ 21-നും ഡിസംബർ 22-നും ഉത്തരായന കാലത്തിൻ്റെയും ദക്ഷിണായന കാലത്തിൻ്റെയും ചക്രം വരുന്ന കാലഘട്ടം. ആ കാലഘട്ടം വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരമുണ്ട്. ഗോപുരത്തിൻ്റെ 7 നിലയാണ്. ഓരോ നിലയിലും നടുഭാഗം ഒരു ചതുര ദ്വാരമാണ്. രാവിലെ 7:30 മണിയാവുമ്പോൾ 1ാമത്തെ ചതുരം സൂര്യഭഗവാൻ നിറയും. 9 മണിയാകുമ്പോൾ 2ാമത്തെ ചതുരം നിറയും. അങ്ങനെ സൂര്യഭഗവാൻ എല്ലാ ചതുരവും കയറി നിറഞ്ഞിട്ട് സൂര്യഭഗവാൻ അങ്ങ് പോകും. അപ്പോൾ ജൂൺ 21-നും ഡിസംബർ 22-നും സൂര്യരശ്മികൾ ഏത് ആംഗിളിൽ എങ്ങോട്ട് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഗോപുരം പണിഞ്ഞിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാരം, മേൽക്കൂരയുടെ ഭാരം 365 കാൽ തൂണിലാണ്. ഒരു സൗരവർഷം 365 കാൽ ദിവസമാണെന്ന് AD 1584 ഗ്രിഗോറിയൻ കലണ്ടർ സെറ്റ് ചെയ്തപ്പോഴാണ് സായിപ്പിന് മനസ്സിലായത്. പക്ഷെ 1000 കൊല്ലത്തിന് മുമ്പ് പത്മനാഭസ്വാമി ക്ഷേത്രം പണിഞ്ഞപ്പോൾ അതിൻ്റെ മേൽക്കൂരയുടെ ഭാരം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ജനുവരി 1-ന് സൂര്യഭഗവാൻ നിൽക്കുന്നത് ആദ്യത്തെ തൂൺ, ജനുവരി 2-ന് സൂര്യൻ നിൽക്കുന്നത് 2ാമത്തെ തൂൺ, ജനുവരി 3 നിൽക്കുന്നത് 3ാമത്തെ തൂൺ. അങ്ങനെ 360 ദിവസം കൊണ്ട് സൂര്യഭഗവാനെ ഭൂമി ഇങ്ങനെ ചുറ്റുന്ന ഓരോ ദിവസവും അതാത് സ്ഥലത്ത് ഓരോ തൂണുണ്ട്. 360 തൂണ് കഴിഞ്ഞാൽ അടുത്ത തൂൺ 4-1 ഹൈറ്റേ ഉള്ളൂ. 365 കാൽ. ഈ കാൽ തൂൺ ഉപയോഗിച്ചിട്ടാണ് ലീപ്പ് ഇയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ 1000 കൊല്ലത്തിന് മുമ്പ് ക്ഷേത്രം പണിയിച്ച രാജാവിനും പൂജാരിക്കും ശില്പിക്കും അറിയാമായിരുന്നു ഒരു സൗരവർഷം 365 കാൽ ദിവസം ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ഇരുന്നിട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്താൽ പുരുഷന്മാർ വലത്തെ ചെവി തറയിൽ മുട്ടിക്കും, സ്ത്രീകൾ ഇടത്തെ ചെവി തറയിൽ മുട്ടിക്കും. ആ ചെവി തറയിൽ മുട്ടിച്ചാൽ 5.5 കിലോമീറ്റർ അപ്പുറത്ത് ശംഖുമുഖം കടപ്പുറത്ത് തിരമാല അടിക്കുന്ന ശബ്ദം ഭക്തന്റെ ചെവി കിട്ടോടെ. ഇന്ന് പോലും സായിപ്പിന് ഭൂമിക്കടി കൂടെ 100 മീറ്റർ ശബ്ദം കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റിയല്ല.
അപ്പം ആണ്ടിൽ 2 ദിവസമാണ് പത്മനാഭസ്വാമിയെ എഴുന്നള്ളിച്ച് ശംഖുമുഖത്തുകൊണ്ട് കുളിപ്പിച്ചിട്ട് ആറാട്ട് ചെയ്തിട്ട് കുളിപ്പിച്ച് തിരിച്ചുകൊണ്ടുവരും. അന്നത്തെ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയില്ല. കാര്യം വിമാനം പോകുന്ന ടാർമാക്കിൽ കൂടാണ് പത്മനാഭസ്വാമി കുളിക്കാൻ പോകുന്നത്. ആ കടവിലെ ശബ്ദം ഭക്തന്റെ ചെവി കിട്ടും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2000 യക്ഷികളെ കൊത്തിവെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ യക്ഷിയിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാമത്തെ യക്ഷി, രണ്ടാമത്തെ യക്ഷിയിൽ വ്യത്യസ്തമാണ് മൂന്നാമത്തെ യക്ഷി. 2000 യക്ഷികൾ 2000 ഡിഫറൻറ്റ് യക്ഷിയാണ്. ഒരു യക്ഷിക്ക് മൂക്ക് നീളക്കൂടുതലായിരിക്കും, മറ്റേ യക്ഷിയുടെ ചെവി വലുതായിരിക്കും, അടുത്ത യക്ഷിയുടെ വലത്തെ കാലം വണ്ണക്കൂടുതലാണ്, അടുത്ത യക്ഷിയുടെ ഇടത്തെ കൈ വണ്ണക്കൂടുതലാണ്. ഇന്ന് പോലും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ 2000 പെർമുട്ടേഷൻ കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ പറ്റുമോ? പ്രയാസമാണ്. കഴിവുള്ള ചില കുട്ടികൾക്ക് പറ്റും. പക്ഷെ അന്ന് ആ ക്ഷേത്രം ഡിസൈൻ ചെയ്യുമ്പോൾ യക്ഷിക്ക് പോലും 2000 ഡിഫറൻസ് ഉണ്ടാക്കി അതനുസരിച്ചാണ് കൊത്തിയിരിക്കുന്നത്. ഞാൻ 5 ഉദാഹരണം പറഞ്ഞാണ്. മഹത്തായ ഒരു ക്ഷേത്രത്തിൻ്റെ അത്ഭുതങ്ങൾ. ആ ഒറ്റക്കൽ മണ്ഡപം എന്തൊരു അത്ഭുതമാണ്. 12,008 ശിലകൾ ചേർത്തിട്ടാണ് പത്മനാഭസ്വാമി അനന്തനിൽ ശയിക്കുന്ന ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. സാളഗ്രാമങ്ങൾ എന്ന് പറഞ്ഞ കല്ലുകളാണ്. കേരളത്തിൽ സാളഗ്രാമം ഉണ്ടോ? ഇല്ല. 3000 കിലോമീറ്റർ അപ്പുറത്ത് നേപ്പാളിൻ്റെ ബോർഡറിൽ നിന്ന് സാളഗ്രാമങ്ങൾ 3000 കിലോമീറ്റർ യാത്ര തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു അത് ശർക്കരയും ഇതും കൊണ്ട് കൂട്ടിച്ചേർത്ത് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഏറ്റുമാനൂർ ക്ഷേത്രം, ഞാൻ കോട്ടയം SP ആയിരുന്നു. ഏറ്റുമാനൂർ ഉത്സവം വരുവാണ്. 7.5 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ. ഭക്തർക്ക് ഇത് രസമാണ്. ഞങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കമില്ല. 7.5 പൊന്നാന 780 പവനാണ്. 750 പവൻ എന്ന് പറഞ്ഞാൽ 4.5 കോടി രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ഗുണ്ടോഴ്സോ ഡെക്കോഴ്സോ അതൊരു തോക്ക് ചൂണ്ടി വെടിവെച്ചിട്ട് ഇത് അടിച്ചുകൊണ്ട് പോയാൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ 50 പോലീസുകാർക്ക് തോക്ക് ഇഷ്യൂ ചെയ്തു, ഉത്തരവ് കൊടുത്തു. ഏതെങ്കിലും കള്ളനോ കൊള്ളക്കാരനോ 7.5 പൊന്നാനെ കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ ഷൂട്ട് ഹിം ഡെഡ് ഓൺ ദ സ്പോട്ട്. അപ്പോഴേ വെടിവെച്ച് വന്നേക്കണം. എൻ്റെ ഇന്ന് ഉത്തരവൊന്നും വേണ്ട. ഞാനും റിവോൾവറിനകത്ത് ആ ഉണ്ടൊക്കെ നിറച്ച് യൂണിഫോമിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ പോയി. അപ്പോൾ 7.5 പൊന്നാനി എടുക്കാൻ വേണ്ടി കേരളത്തിലെ പ്രധാന കള്ളന്മാരെല്ലാം ശ്രമിച്ചു, സ്റ്റീഫൻ ഉൾപ്പെടെ. പക്ഷെ ഒരുത്തനും ആ താഴത്തെ നിലവറയിലെത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വണ്ടടിക്കുന്നത് എന്താ സംഭവിക്കാത്തതെന്ന്. അത് ഞാൻ SP ആയിരുന്നപ്പോൾ പൊന്നാനി എടുക്കാൻ പോയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. പൊന്നാനി ഇരിക്കുന്ന അറ തുറക്കണമെങ്കിൽ 7 താക്കോലാണ്. അത് 7 ഡിഫറൻറ്റ് സ്ഥലത്തുനിന്ന് വരും. ആദ്യം പ്രധാന പൂജാരി വലത്തോട്ട് കറക്കും, പിന്നെ രണ്ടാമത്തെ പൂജാരി കറക്കും, പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കറക്കും, പിന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി കറക്കും, പിന്നെ ദേവസ്വം ബോർഡ് ട്രഷറർ കറക്കും, പിന്നെ കമ്മിറ്റിയിലെ 1-2 അംഗങ്ങൾ കറക്കും. ഇങ്ങനെ 7 പേര് 7 സ്ഥലത്തു നിന്നാണ് താക്കോൽ വരുന്നത്. വന്നിട്ട് അനുക്രമമായി കറക്കെങ്കിലേ തുറക്കാൻ പറ്റും. രണ്ടാമത്തവൻ കറക്കിയിട്ട് 4-ാമത്തവൻ്റെ താക്കോലിട്ട് കറക്കിയാൽ തുറക്കുകയില്ല. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആ 7 താക്കോലും കൊണ്ടുവന്നിട്ട് ലെൻസ് വെച്ചിങ്ങനെ നോക്കി. എനിക്കൊരു ചുക്കും മനസ്സിലായില്ല 7 താക്കോൽ എവിടെയാണ് ഈ ഡിഫറൻസ് എന്ന്. കണ്ട ഒരുപോലെ ഇരിക്കും. അത്ര ഉഗ്രൻ പരിപാടിയാണ്. അതുകൊണ്ടാണ് ഒരു കള്ളനും 7.5 പൊന്നാനെ എടുക്കാൻ പറ്റിയില്ല. പൊന്നാനെ എഴുന്നള്ളിപ്പിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ പൂജാരി എന്നോട് പറഞ്ഞു, സാറേ 1-ാമത്തെ പൊന്നാനയല്ല 2-ാമത്തെ പൊന്നാന, 2-ാമത്തെ പൊന്നാനയല്ല 3-ാമത്തെ പൊന്നാന, 7.5 പൊന്നാന 8 ഡിഫറൻ്റ് ആനയാണ്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഈ പൂജാരി പറഞ്ഞ് മനസ്സിലായത്. 1-ാമത്തെ ആനയുടെ കൊമ്പിന് നീളക്കൂടലാണ്, 2-ാമത്തെ ആനയുടെ തുമ്പിക്കൈ നീളക്കൂടലാണ്, അടുത്ത ആനയുടെ ചെവിയുടെ സൈസ് വ്യത്യാസമാണ്, 4-ാമത്തെ ആനയുടെ കാലിൻ്റെ നീളം വ്യത്യസ്തമാണ്, വേറൊരു ആനയുടെ വാലിൻ്റെ ഷേപ്പ് വ്യത്യസ്തമാണ്. 7.5 പൊന്നാന 8 ഡിഫറൻറ്റ് ആനകളാണ്. കേരളത്തിൽ ഓരോ ക്ഷേത്രം എടുത്താലും അവരുടെ പ്രത്യേകത മനസ്സിലാക്കണം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഇന്ന് വളരെ ഭംഗിയായി അതിൻ്റെ ചരിത്രത്തിലെ 1000 കൊല്ലം ചരിത്രത്തിലെ വളരെ പ്രധാനമൊരു ഭാഗമാണ് ഇതിൻ്റെ നവീകരണം.
അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ഷേത്രം എന്തായിരുന്നു, നവീകരണത്തിൽ എന്ത് മാറ്റമാണ് വന്നത്, ഇത് ഓരോ ഭക്തനും മനസ്സിലാക്കിയിരിക്കണം. ഞാനതിനെപ്പറ്റി പറയാൻ എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ എന്തായിരുന്നു ഈ ക്ഷേത്രം ഇതിനു മുമ്പ്, എന്താണ് ഈ ക്ഷേത്രം നവീകരണത്തിൽ നമ്മൾ ചെയ്തത്, അത് കഴിഞ്ഞ് ഈ ക്ഷേത്രം ഇപ്പോൾ എന്തായി തീർന്നിരിക്കുന്നു, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ നവീകരണം കൊണ്ട് ഈ ക്ഷേത്രത്തിനുണ്ടായ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ക്ഷേത്രം എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് അടുത്തതായി അതിൻ്റെ പ്രതിഷ്ഠയുടെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. പ്രതിഷ്ഠ ഒരേ ദേവനായിരിക്കും, പക്ഷെ ഒരു പട്ടണത്തിലെ 4 ക്ഷേത്രത്തിൽ പരമശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ 4 പരമശിവന്മാർ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരേ പട്ടണത്തിൽ 4 ഭഗവതിമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും, പക്ഷെ 4 ക്ഷേത്രത്തിൽ ഭഗവതി പ്രതിഷ്ഠിക്കുന്ന ആ വിഗ്രഹം പ്രത്യേകത ഉള്ളതായിരിക്കും. ആ വിഗ്രഹം ഉണ്ടാക്കുന്നതിനകത്ത് വളരെ ശ്രദ്ധേയമായ അംശം നമ്മൾ മനസ്സിലാക്കി കാണാം. വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തെ നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കാണും. അപ്പോൾ ഓരോ ഈശ്വര സങ്കല്പത്തിനും വളരെ വലിയ സാരമുണ്ട്. നമ്മളൊരു ശിവക്ഷേത്രത്തിൽ പോയി, അവിടെ പരമശിവന്റെ കുടുംബത്തെ ഇങ്ങനെ കുത്തിവെച്ചിരിക്കുകയാണ്. പരമശിവൻ ഒരു കാളപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് പാർവതി ദേവി ഒരു സിംഹത്തിൻ്റെ പുറത്തിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചോദിക്കും, ഇത് ശരിയായില്ലല്ലോ, പരമശിവനല്ല സിംഹത്തിൻ്റെ പുറത്തിരിക്കേണ്ടത്, ഭാര്യ കാളപ്പുറത്ത് നിന്നാൽ പോരായിരുന്നു. കാര്യം അവൻ്റെ വീട്ടിൽ ഈ അപ്പനുള്ള ഒരു പ്രാമുഖ്യം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ കുട്ടിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പരമശിവൻ പറഞ്ഞു, അങ്ങനെയല്ല, പരമശിവൻ ഏത് വാഹനത്തിന് പുറത്തിരുന്നാലും പരമശിവനാണ്. പരമശിവന്റെ ഐഡന്റിറ്റിയിൽ വാഹനം ഒരു പ്രശ്നമല്ല. പക്ഷെ പരമശിവൻ തീരുമാനിച്ചു ഭാര്യയ്ക്ക് നല്ല റെസ്പെക്റ്റ് വേണം. അതുകൊണ്ട് ഭാര്യയ്ക്ക് നല്ലൊരു സിംഹത്തിൻ്റെ പുറത്തങ്ങോട്ട് ഇരുത്തി കൊടുത്തു. ഭർത്താവ് അംബാസഡർക്കാരിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭാര്യയ്ക്ക് മിനിമം ഒരു ഇന്നോവയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക് നല്ല ക്രെഡിറ്റിൽ ഭാര്യ പോകണം. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് പരമശിവൻ കാള എടുത്തിട്ട് ഭാര്യയ്ക്ക് സിംഹത്തെ കൊടുത്തു. പാർവതിയുടെ സിംഹം ഇടയ്ക്കിടയ്ക്ക് ഈ പരമശിവന്റെ കാളെ നോക്കും. കിട്ടിയാൽ തിന്നാൻ ബെസ്റ്റ് സാധനം. സിംഹത്തിന് ഈ കാളെ പിടിച്ചിരുന്ന വലിയ രസമാണ്. അപ്പോൾ കിട്ടിയാൽ നല്ല രസം. പക്ഷെ പാർവതിയുടെ സിംഹം ഒരിക്കലും പരമശിവന്റെ കാളെ പിടിച്ച് തിന്നില്ല. അവിടെയാണ് അതിൻ്റെ രസം. തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യ സ്വാമി ഇങ്ങനെ ഇരിക്കുകയാണ്. സുബ്രഹ്മണ്യ സ്വാമി ഒരു മയിലിൻ്റെ പുറത്തിരിക്കുകയാണ്. മയിലിൻ്റെ പുറത്ത് എന്താ കാര്യം? സുബ്രഹ്മണ്യ സ്വാമിക്ക് പാർവതി ദേവി അമ്മ 2 വരം കൊടുത്തു. സുബ്രഹ്മണ്യ, നിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ അമ്മ പെൺകുട്ടിയെ കൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ, ആ പെൺകുട്ടിയെ ലോകത്തിലെ ഏത് പുരുഷൻ കണ്ടാലും ആകർഷിക്കത്തക്ക ഒരു സുന്ദരിയാക്കി മാറ്റാനുള്ള അധികാരം ഞാൻ നിനക്ക് തരികയാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് അമ്മമാർ വരും. എന്താ കാര്യം? പെൺകുട്ടിയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പെൺകുട്ടി ഏത് പുരുഷനും കണ്ടാൽ ആഗ്രഹം തോന്നുന്ന സുന്ദരിയായ ഓജസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് വളരും. അമ്മ സുബ്രഹ്മണ്യ സ്വാമിക്ക് 2ാമത് വരം കൊടുത്തു. സുബ്രഹ്മണ്യ, നിന്റെ അടുത്ത് ഏതെങ്കിലും ഗർഭിണി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ഗർഭത്തിന് ഒരു കുഴപ്പം ഉണ്ടാവാതെ സുഖപ്രസവം ഉണ്ടാവുകയും ആ കുട്ടി ആരോഗ്യവാനായി വളർന്ന് മധ്യവയസ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാനുള്ള അധികാരം ഞാൻ നിനക്ക് തരികയാണ്. അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഭാരതീയ പാരമ്പര്യം എന്ത് ചെയ്യും? ഏറ്റവും സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം എവിടാന്ന് നോക്കും. എന്നിട്ട് ഈ ഗർഭിണി കൊണ്ട് ഭർത്താവ് വരും ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ സ്ത്രീക്ക് ഗർഭഛിദ്രം ഉണ്ടാവില്ല, ഒരു സിസേറിയനും വേണ്ട, സുഖപ്രസവം നടത്തി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല ഓജസ്സോടു കൂടി വരും. അതുകൊണ്ട് സൗന്ദര്യം കാണിക്കുന്ന ഒരു വാഹനം സുബ്രഹ്മണ്യ സ്വാമി കൊടുത്തു. മയിലാണ്. മയിലിങ്ങനെ പീലി വിടർത്തി ഇങ്ങനെ ആടുമ്പോൾ മനുഷ്യരെല്ലാം സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് പെൺകുട്ടിയെയും ആരാലും ആകർഷിക്കത്തെ പെൺകുട്ടിയാക്കാൻ, ഏത് ഗർഭിണിക്കും സുഖപ്രസവം കൊടുക്കാൻ കഴിയുന്ന ദേവനാണ് സുബ്രഹ്മണ്യ സ്വാമി.
ഇന്നാളെ ഒരു സ്ത്രീ ആശുപത്രി പ്രസവിച്ചു. ഭർത്താവ് അപ്പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഭാര്യയ്ക്ക് സുഖപ്രസവം. ഭാര്യ എവിടെ വെച്ചാൽ, ആർക്കടെ സുഖപ്രസവം, നീ ഒന്ന് പ്രസവിച്ചു നോക്ക്, അപ്പോഴേ സുഖം മനസ്സിലാവത്തുള്ളൂ. കഷ്ടപ്പെട്ടത് ഭാര്യ, അപ്പോൾ ഭർത്താവോട് പറഞ്ഞു സുഖപ്രസവം. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമി എടുത്ത് പ്രാർത്ഥിച്ചാൽ സുഖപ്രസവം, വേദനയില്ലാതെ പ്രസവം ഉണ്ടാവും, ഛിദ്രം ഉണ്ടാവില്ല, സിസേറിയനും ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെയും സുന്ദരിയാക്കാൻ കഴിയുന്ന സുബ്രഹ്മണ്യ സ്വാമിക്ക് ആരാലും സൗന്ദര്യം കൊണ്ട് അത്ഭുതത്തോട് നോക്കി നിൽക്കുന്ന ഒരു മയിലിനെ കൊടുത്തു. ഇനി അമ്മ 2 വരം കൊടുത്തപ്പം അപ്പം പുറകോട്ട് പോകാൻ പറ്റുമോ? പരമശിവൻ പറഞ്ഞു, സുബ്രഹ്മണ്യ, ഞാൻ നിനക്കൊരു വരം തരികയാണ്. നീ ഭൂതങ്ങളുടെ നാഥനായിരിക്കും. ഭൂതപ്രേതങ്ങൾ എവിടെങ്കിലും ശല്യം ചെയ്താൽ അവിടെ ആ ഭൂതത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ എനിക്ക് അധികാരം തന്നിരിക്കാം. ഭൂതത്തെ പിടിക്കാൻ വേണ്ടി കാളപ്പുറത്ത് പോയാൽ ഭൂതത്തെ പിടിക്കാൻ പറ്റുമോ? സിംഹത്തിൻ്റെ പുറത്തിരുന്നാൽ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ഭൂതം പറന്നു പോയാൽ പുറകെ പറന്ന് തന്നെ പിടിക്കണം. അതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും മൃഗം തറയിട്ടിരിക്കുന്ന മൃഗമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് പറന്നുപോയി ഭൂതത്തെ പിടിക്കാൻ പറ്റിയ പക്ഷിയായ മയിലിനെ കൊടുത്തു. വളരെ രസകരമാണ് മയിലിനെ കൊടുത്തത്. അമ്മയുടെ വാഹനമായ സിംഹം ഇടക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും. ഇവനെ കിട്ടിയാൽ നല്ല രസമായിരുന്നു. സിംഹം മയിലിനെ പിടിക്കുന്ന നിങ്ങൾ ആനിമൽ പ്ലാനറ്റ് കണ്ടിട്ടുണ്ടാവും. സിംഹം ഓടി വന്ന് ഈ മയിലിൻ്റെ കഴുത്തെ പിടിച്ചിട്ട് കുടയും മയിലും ചത്തു. പിന്നെ അത് പക്ഷിക്കും. പക്ഷേ പാർവതിയുടെ വാഹനമായ സിംഹം ഒരിക്കലും മൂത്തമ്മൻ്റെ വാഹനമായ മയിലിനെ പിടിക്കാൻ പോവുകയില്ല. സുബ്രഹ്മണ്യ സ്വാമിയുടെ മയിൽ ഇടക്കിടയ്ക്ക് പരമശിവന്റെ കഴുത്തിലോട്ട് നോക്കും. അവിടെ ഈ വാസുകി ഇങ്ങനെ കിടക്കുകയാണ്. വാസുകി അമ്മയുടെ പരമശിവന്റെ കഴുത്തിൽ കിടക്കായതുകൊണ്ട് അതിനെ വിളിക്കുന്നു ശങ്കരാഭരണം. ആ കഴുത്തിൽ കിടന്നുകൊണ്ട് ആ വാസുകി മൂർഖൻ പാമ്പ് പത്തി ഇങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടോ ഇങ്ങനെ എടുക്കും. ആ വാസുകിയുടെ പത്തി മേപ്പോട്ടും കീപ്പോട്ടും ഒന്ന് ആരോഹണവും അവരോഹണവും കർണാടക സംഗീതത്തിൽ രാഗമായി മാറി ശങ്കരാഭരണം എന്ന രാഗം. ആ ശങ്കരാഭരണം തെലുങ്ക് ഭാഷയിലെ പ്രസിദ്ധമായ ഒരു സിനിമയാണ് ശങ്കരാഭരണം. മയിലിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് പാമ്പ്. സുബ്രഹ്മണ്യത്തിന് വാഹനം ഇടയ്ക്കിടയ്ക്ക് പരമശിവന്റെ കഴുത്തിലോട്ട് നോക്കും. കിട്ടിയാ തിന്നാൻ ബെസ്റ്റ് സാധനം. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമിയുടെ മയിൽ ഒരിക്കലും എത്തി പരമശിവന്റെ കഴുത്തിലെ ശങ്കരാഭരണത്തെ പിടിക്കാൻ പോവുകയില്ല. തൊട്ടപ്പുറത്ത് ഇളയ മകനിരിക്കുകയാണ് ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാൻ ഇങ്ങനെ ആനയുടെ കൂട്ടിരിക്കുകയാണ്. പക്ഷെ ഇരിക്കാൻ കൊടുത്ത വാഹനം ഒരു കൊഞ്ഞ് എലി. ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കുട്ടികൾ പറഞ്ഞു, അയ്യോ എൻ്റെ അമ്മോ, ഈ ആനയെപ്പോഴും ഗണപതി ഇരുന്നാൽ എലി ചതഞ്ഞ് ചപ്പടായി പോകുന്നില്ല എന്ന് കുട്ടികൾ ചോദിക്കും, കൊച്ചു കുട്ടികൾ. പക്ഷെ ഗണപതി ഇരുന്നാൽ ഈ എലിക്കൊന്നും പറ്റിയല്ല. കാരണം ഗണപതി വിഘ്നേശ്വരനാണ്. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന വിഘ്നം ഗണപതിക്ക് ബാധകമല്ല. അതുകൊണ്ട് ഗണപതിക്ക് ഭാരമില്ല. സാറ്റലൈറ്റിൽ പോകുന്ന സ്പേസിൽ പോകുന്ന ആളുകൾക്ക് വെയിറ്റ് ഇല്ല, അവരിങ്ങനെ പറന്നടക്കും എന്ന് പറഞ്ഞ പോലാണ്. അതുകൊണ്ടാണ് ഒന്നും പറ്റാത്തത്. പക്ഷെ ഗണപതി ഭഗവാൻ എപ്പോഴും എലിയുടെ പുറത്താണോ ഇരിക്കുന്നത്? അല്ല. ഇന്ത്യയിൽ 100 ഗണപതി ക്ഷേത്രം എടുത്താൽ അതിൽ 60 ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്നത് സിംഹത്തിൻ്റെ പുറത്താണ്. ഗണപതി ഇടയ്ക്കിടയ്ക്ക് വരും, അമ്മയുടെ വണ്ടി എനിക്കും തരാമോ? കൊണ്ടുപോടാ, നീ കൊണ്ടുപോകാമോ? ഗണപതി ഭഗവാൻ ഈ സിംഹത്തിന് പുറത്തൊരു ഒരൊറ്റ പോക്കാണ്. ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം അവസാനമായി ഗർഭപാത്രം തുറന്ന് പുറത്തുപോയി കുട്ടി ആരാണോ അതാണോ ഒരമ്മയ്ക്ക് ഈ ഭൂമിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ആള്. ഇനി അവസാനം ഗർഭപാത്രം തുറന്ന് പുറത്തുപോയ കുട്ടി ഒരു ആൺകുട്ടിയുടെ അയക്കാക്ക ഉണ്ടല്ലോ, പോക്ക് കേസാണ്. ലോകം മുഴുവൻ മറച്ചു കഴിയുന്നാലും അമ്മ ഇളയ മോൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. അതാണ് സൈക്കോളജി, അമ്മമാരുടെ സൈക്കോളജിയാണ്. പക്ഷെ അപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അപ്പന്മാർക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം മൂത്ത മോളോടാണ്. മൂത്ത മോൾ എന്ത് പറഞ്ഞാലും അപ്പം കേട്ടിരിക്കും. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പോ അമ്മയെ പാട്ടിന് എന്ന് പറയും. ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ പോടി എന്നോട് ഇതൊന്നും പറഞ്ഞേക്കല്ല കേട്ടെന്ന് പറയും. അങ്ങനെ ഭാര്യയോട് ഭർത്താവ് നോ പറഞ്ഞാൽ ഈ ഭാര്യമാരൊരു പണി പറ്റിക്കും. മൂത്ത മോളെ വിളിച്ചു, മോളെ നീ എന്ന് അപ്പനോടൊന്ന് പറയാൻ പറയും. മൂത്ത മോളി ചോട്ടൊന്ന്, അപ്പാ നാളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുവരും, അപ്പം മോളെ ഏത് മോക്ക് ഏത് സിനിമ വേണം പൊക്കളയെന്ന് പറയും. അങ്ങനെ മൂത്ത മോള് പറഞ്ഞാൽ ഒരപ്പനും നോ പറയാൻ പറ്റിയല്ല. അപ്പം അപ്പന്മാർക്ക് മൂത്ത മോളോട് സ്നേഹം, അമ്മമാർക്ക് ഇളയ കുട്ടിയോട് സ്നേഹം. അതുകൊണ്ടാണ് ഗണപതി ഭഗവാൻ ഇങ്ങോട്ട് വന്നിട്ട്
അമ്മയുടെ വണ്ടി എനിക്ക് വേണമെന്ന് നീ കൊണ്ടുപോകട്ടെ പറയും. സിംഹത്തിൻ്റെ പുറത്തേക്ക് പോകും. 100 ക്ഷേത്രം ഗണപതി ക്ഷേത്രം എടുത്താൽ 60 ക്ഷേത്രത്തിൽ സിംഹത്തിൻ്റെ പുറത്താണ് ഗണപതി ഭഗവാൻ ഇരിക്കുന്നത്. ഇനി ഒരു 30 ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ ഇരിക്കുന്ന മയിലിൻ്റെ പുറത്താണ്. അമ്മയുടെ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഗണപതി ഭഗവാൻ ഇങ്ങോട്ട് സുബ്രഹ്മണ്യ സ്വാമിയോട് പറയും, ചേട്ടൻ്റെ വണ്ടി ഒന്നും ഉണ്ടല്ലോ, എനിക്ക് നീ കൊണ്ടുപോക്കടാന്ന് പറയും. മയിലിൻ്റെ പുറത്തേറി ഗണപതി ഒരു പോക്കങ്ങ് പോകും. 9 ക്ഷേത്രങ്ങളിൽ 100-ൽ 9 ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാൻ സിംഹവും കിട്ടിയില്ല, മയിലിനെ കിട്ടിയില്ല. ഗണപതി ഉടനെ പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകി വിളി, വാസുകി നീ ഒന്ന് ഇറങ്ങി വേടാ, നമുക്കൊരു സ്ഥലം വരെ പോകണമല്ലോ. വാസുകി എഴുതി വരും, അതിൻ്റെ പുറത്തിറങ്ങി പോകും. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഗണപതി വാഹനം എടുക്കുന്നത്. കാടിൻ്റെ അടുത്തോട്ടൊക്കെയാണോ പോകുന്നതെങ്കിൽ ഗണപതി സിംഹത്തിൻ്റെ പുറത്ത് മൃഗാതിൻ്റെ പുറത്ത് എറിപ്പോവും. എവിടെയെങ്കിലും ഫ്ലൈറ്റിൽ പോകണം, പറന്നു പോകണം, ചേട്ടൻ്റെ അടുത്ത് നിന്ന് മയിലിനെ എടുത്തിട്ട് പറന്നങ്ങ് പോകും. ഇനി തറയിൽ കൂടെ പോകണം, ഇച്ചിരി സ്പീഡിൽ പോകണം. എലിയുടെ പുറത്ത് പോയാലും എലി ഇങ്ങനെ പതുക്കെ പതുക്കല്ലേ പോവുള്ളൂ. പാമ്പാണെങ്കിൽ മുറുക്കപ്പാമ്പാണെങ്കിൽ ഒറ്റ വെടിയിലല്ലേ, അതിൻ്റെ പുറത്തിറങ്ങി പോകും. അപ്പോൾ ഗണപതി ഭഗവാൻ 100 ക്ഷേത്രത്തിൽ 1 ക്ഷേത്രത്തിലേ എലിയുടെ പുറത്തിരിപ്പുള്ളൂ. 60 ക്ഷേത്രത്തിൽ സിംഹത്തിൻ്റെ പുറത്താണ്. 30 ക്ഷേത്രത്തിൽ മയിലിൻ്റെ പുറത്താണ്. 9 ക്ഷേത്രത്തിൽ വാസുകിയുടെ പുറത്താണ് പോകുന്നത്. അപ്പം ഈ പടം കാണുന്ന ഒരാൾക്ക് എന്താ തോന്നുന്നത്? അത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഈ ചേട്ടൻ്റെ വാഹനമായ മയിൽ ഇടയ്ക്കിടയ്ക്ക് താപ്പോട്ട് നോക്കും. മയിലിന് വലിയ ഇഷ്ടമാണ് എലിയെ പിടിച്ച് തിന്നാൻ. പക്ഷേ അനിയൻ്റെ വാഹനമല്ലേ, തൊടത്തില്ല. പരമശിവന്റെ കഴുത്തിൽ കിടക്കുന്ന ശങ്കരാഭരണം വാസുകി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോട്ട് നോക്കും. പാമ്പിന് ഏറ്റവും ഇഷ്ടം എലിയെ പിടിച്ച് തിന്നുന്നതായി. പക്ഷേ പരമശിവന്റെ കഴുത്തിൽ നിന്ന് വാസുകി ഒരിക്കലും ഇറങ്ങിപ്പോയി ആ എലിയെ പിടിച്ച് തിന്നുകയില്ല. അപ്പം എന്താണ് ഈ ഹിന്ദുവ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരു വീട്ടിൽ അപ്പനൊരു സ്വഭാവം, അമ്മയ്ക്കൊരു സ്വഭാവം, ചേട്ടനൊരു സ്വഭാവം, അനിയനൊരു സ്വഭാവം, പരസ്പരം കൊന്നു ഇന്നുന്ന മൃഗങ്ങളുടെ മേളവരൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഒരു കുടുംബം വിജയിക്കണമെങ്കിൽ പരമശിവനും പാർവതിയും സുബ്രഹ്മണ്യ സ്വാമിയും ഗണപതി ഭഗവാൻ നമ്മളെ കാണിച്ചു തന്ന മാർഗമുണ്ട്. വൈരുദ്ധ്യങ്ങളുടെ ഇടയ്ക്ക് സമാധാനത്തോടെ സഹവർത്തിക്കണം, എങ്കിലേ സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടാവുള്ളൂ. ഇതാണ് പരമശിവനും പാർവതിയും മക്കളും നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു ശാസ്ത്രം. ഇനി നമ്മളെ കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയെ മിസസ് അലക്സാണ്ടർ ജേക്കബ്, പേരെന്തോ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ഭാര്യ ഈ പണിയാണ്. പരമശിവന് ചെയ്തോ? പരമശിവൻ ചെയ്തില്ല. പരമശിവൻ കല്യാണം കഴിച്ചപ്പോൾ പരമശിവൻ പറഞ്ഞു, പാർവതി വല്ലഭൻ, പാർവതിയെ കല്യാണം കഴിച്ചവൻ. ഗൗരി വല്ലഭൻ, ഗൗരിയെ കല്യാണം കഴിച്ചവൻ. ഉമാമഹേശ്വരൻ, മഹേശ്വരൻ ഉമയെന്നല്ല, ഉമാമഹേശ്വരൻ, ഉമയെ കല്യാണം കഴിച്ച മഹേശ്വരൻ. പരമശിവൻ എപ്പോഴും ഭാര്യയ്ക്ക് നമ്പർ 1 സ്ഥാനം കൊടുത്തു. പരമശിവൻ 2ാമത്തെ സ്ഥാനം എടുത്തിട്ട് പാർവതിയെ എല്ലാവരുടെ മുമ്പിൽ അംഗീകാരമാക്കി. ഉമാമഹേശ്വരനായി, പാർവതി വല്ലഭനായി, ഗൗരി വല്ലഭനായി. ഭാര്യയെ കല്യാണം കഴിച്ചവനെന്ന് പരമശിവൻ സ്വയം വിളിച്ചു. ഇപ്പോഴത്തെ പുരുഷന്മാരെ കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ. ഇനി പാർവതി എങ്ങനെയാണ് ഗൗരിയായത്? അത് പുരാണത്തിൽ ശ്രദ്ധേയമായ ഒരു കഥയാണ്. പാർവതി ദേവിയുടെ നിറം ഇച്ചിരി കറുപ്പാൻ. പാർവതി ദേവിക്ക് നിറം ഒന്ന് വെളുപ്പിക്കണമെന്നൊരാഗ്രഹം. മദാമ്മമാരെ ഒന്നും കാണാത്ത കാലത്ത് ഈ പാർവതിക്ക് എങ്ങനെ ഈ ആഗ്രഹം ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാർവതി ഒന്ന് ഭർത്താവിനോട് പറഞ്ഞു, ഭഗവാനെ എൻ്റെ തൊലി ഒന്ന് വെളുപ്പിച്ചേരണം. ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റിയ. എന്നാൽ ഭാര്യ വലിയ സുന്ദരിയായാൽ ഭർത്താക്കന്മാരുടെ കഷ്ടകാലമാണ്. സീതാദേവി സുന്ദരിയായിപ്പോയി, ശ്രീരാമനെ അനുഭവിച്ചു പോയി. ഗ്രീക്ക് പുരാണത്തിലെ ഹെലൻ ഓഫ് ട്രോയ് സുന്ദരിയായിരുന്നു, ഭർത്താവിൻ്റെ ഗതികേടായിപ്പോയി. പോലീസിൽ പലപ്പോഴും പുരുഷന്മാർ കൊല്ലപ്പെടുന്നു. മറ്റു സൂചനയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വണ്ടടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഈ ചത്തവൻ്റെ ഭാര്യയെ കാണുന്നത്. ഭാര്യയെ കണ്ട സുന്ദരിയാണ്. അപ്പോഴേ കാര്യം മനസ്സിലാവും, ഈ ഭാര്യയെ കൈക്കലാക്കാൻ വേണ്ടി ആരോ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ്. കേസ് തള്ളി. പരമശിവനറിയാം, ഭാര്യ വലിയ സുന്ദരിയാണെങ്കിൽ ഭർത്താവിൻ്റെ കഷ്ടകാലം. എന്നാലും ഭാര്യ ഒരു കാര്യം പറഞ്ഞതല്ലേ, ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പരമശിവൻ എന്ത് ചെയ്തു? പാർവതിയെ ഗൗരിയാക്കി. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിൻ്റെ നിറമുള്ളവർ, കോപ്പർ കളർ. അതായത് സ്കാൻഡിനേവിയയിലെ
നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിലെ പോലെ സുന്ദരമൊന്നും ആക്കില്ല. ഇറ്റലി, ലെബനോൻ അവിടെയൊക്കെ താമസിച്ച ജനങ്ങളെ പോലെ ഇച്ചിരി ചുമന്ന നിറമുള്ള സ്ത്രീയാക്കി മാറ്റി. പരമശിവൻ പാർവതിയെ ചുമന്ന നിറമുള്ള സുന്ദരിയാക്കി മാറ്റി. ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് സൗന്ദര്യം വേണമെങ്കിൽ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകും. ഈ ബ്യൂട്ടീഷ്യന്മാരുടെയൊക്കെ തലത്തൊട്ടപ്പൻ പരമശിവനാണ്. ഭാര്യക്കിട്ടാണ് ആദ്യം പ്രയോഗിക്കുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പരിപാടി. ഭാര്യ വന്ന് ഭർത്താവിനോട് പറയും, എനിക്കൊരു 1000 രൂപ ഉണ്ടല്ലോ, ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോടി. ഞാൻ തരത്തില്ല. പരമശിവൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞോളരുത്. നീ ഒരു 1000 രൂപ ഭാര്യ കൊടുത്തേക്കണം. ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് ഈ ഭാര്യ സുന്ദരമാണെന്ന് പറഞ്ഞാൽ അവളെ സുന്ദരിയാക്കണം നമ്മൾ ഭർത്താവിൻ്റെ ജോലിയാണ്. പാർവതിയെ സുന്ദരിയാക്കിയപോലെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകാൻ പൈസ വെച്ചാൽ കൊടുക്കാതിരിക്കരുത്. പരമശിവൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കാണുമ്പോൾ ആ പ്രതിഷ്ഠ നമ്മളെ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ചില കാര്യമാണ്. അപ്പോൾ ക്ഷേത്രം എന്താണെന്നറിയണം, വിഗ്രഹത്തിൻ്റെ പ്രത്യേകത അറിയണം. ഈ ക്ഷേത്രത്തിലെ മഹാദേവൻ്റെ പ്രതിഷ്ഠയെപ്പറ്റിയും സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയെപ്പറ്റിയും എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് നിങ്ങളത് പഠിച്ചോ. വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. അത് കഴിയുമ്പോഴാണ് ഒരു ക്ഷേത്രത്തിലെ ആചാരം. ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട്. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സാഹചര്യം അനുസരിച്ചിട്ടാണ് ആചാരം ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഇഷ്ടം പോലെ താമര ഉണ്ടായിരുന്നു. അവിടെ എന്ത് ചെയ്തു? നമ്മൾ താമരയുടെ പുറത്ത് സരസ്വതി ദേവി ഇരുത്തി താമര കൊണ്ട് പൂജിക്കുക. സീതാദേവിയെ താമരക്കണ്ണി, താമര ഇതളിൻ്റെ കണ്ണു, ആ ഷേപ്പിലുള്ള കണ്ണോട് കൂടിയവളെ എന്ന് വിളിച്ചു, താമരക്കണ്ണി എന്ന് വിളിച്ചു. കാര്യം ഇവിടെ താമരയുണ്ട്. സഹാറ മരുഭൂമിയിൽ താമര വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? മരുഭൂമിയല്ലേ, അവിടെ താമരയുണ്ടോ? അന്റാർട്ടിക്കയിൽ താമര വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഗ്രീൻലൻഡിൽ താമര വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റിയല്ല. നദീതര സംസ്കാരങ്ങളുള്ള സ്ഥലത്ത് നദിയിൽ നിന്ന് വെള്ളമെടുത്ത് ആചമിക്കുന്നു, ഈശ്വരനെ ആചമിക്കുന്നു, സൂര്യഭഗവാനെ പൂജ ചെയ്യുന്നു. യേശുക്രിസ്തു യോർദാൻ നദിയുടെ തീരത്ത് താമസിച്ചുകൊണ്ട് യേശുക്രിസ്തു യോർദാൻ നദിയിൽ വെള്ളം കോരി തലയിലോട്ട് ഒഴിച്ചിട്ട് മാമോദിസ മുക്കി. യേശുക്രിസ്തു സഹാറ മരുഭൂമിയിലാണെങ്കിൽ മാംസം വെക്കാൻ പറ്റുമോ? അടങ്ങ് വെള്ളമില്ല. യേശുക്രിസ്തു അന്റാർട്ടിക്കയിലാണെങ്കിൽ മാംസം വെക്കാൻ പറ്റും. അവിടെ മഞ്ഞല്ലേ ഉള്ളൂ, വെള്ളമുണ്ടോ? വെള്ളമില്ല. അപ്പോൾ ഓരോ ദേശത്ത് എന്താണോ ഉള്ളത് അത് വെച്ചാണ് ആചാരം ഉണ്ടാവുന്നത്. തെക്കേ ഇന്ത്യയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട്. കാലാവസ്ഥ, കേരളമൊക്കെ പൂക്കളുടെ നാടാണ്. അപ്പോൾ പൂവുള്ള സ്ഥലത്ത് മനുഷ്യൻ ഈ പൂ എടുത്തിട്ട് ഈശ്വരനെ പൂജിച്ചു. അവൻ മാല ഉണ്ടാക്കി ഭഗവാനെ എങ്ങോട്ട് അണിയിക്കും. കല്യാണം കഴിക്കുമ്പം ചെറുക്കൻ പെണ്ണിൻ്റെ കഴുത്തിലോട്ടും പെണ്ണ് ചെറുക്കൻ്റെ കഴുത്തിലോട്ടും മാല അങ്ങോട്ട് ഇട്ടു. ഇട്ടപ്പോൾ കല്യാണമായി. അപ്പോൾ പൂവ് കൊണ്ട് ജപിക്കുക. പൂ എന്ന വാക്കിൻ്റെ ആദ്യക്ഷരവും ജപം എന്ന വാക്കിൻ്റെ ആദ്യക്ഷരവും നമ്മുടെ ഒരു വാക്കുണ്ടാക്കി, പൂജ. പൂജ എന്ന് പറഞ്ഞാൽ പൂവ് കൊണ്ട് ജപിക്കുക, പൂജ. അപ്പോൾ ഓരോ സ്ഥലത്തെ ആചാരം ഓരോ അവൈലബിൾ സംഭവമാണ്. ഈ അവൈലബിൾ ആയിട്ടുള്ള സംഭവം വെച്ചുള്ള ഒരാചാരം മറ്റൊരു ആചാരത്തേക്കാൾ ശ്രേഷ്ഠമാണോ? അല്ല. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ 9-ാം അധ്യായം 6-ാം ശ്ലോകം, പത്രം ഫലം തോയം, നീ എന്തുകൊണ്ടെന്നെ പ്രാർത്ഥിച്ചാലും, പൂ കൊണ്ട് പ്രാർത്ഥിച്ചാലും, വെള്ളം കൊണ്ട് പ്രാർത്ഥിച്ചാലും, പഴം കൊണ്ട് പ്രാർത്ഥിച്ചാലും, ഇല കൊണ്ട് പ്രാർത്ഥിച്ചാലും എല്ലാം ഞാൻ സ്വീകരിക്കും. നിന്റെ ആചാരം എനിക്ക് പ്രശ്നമല്ല, നിന്റെ മനസ്സാണ് എനിക്ക് പ്രശ്നം. അതുകൊണ്ട് എന്തുകൊണ്ട് ആചരിച്ചാലും ഞാനത് സ്വീകരിക്കും. ഭഗവത്ഗീത ഭഗവാൻ പഠിപ്പിച്ചാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമല്ല അടുത്ത ക്ഷേത്രത്തിൽ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് ഒന്നും മറ്റതിനേക്കാളും ശ്രേഷ്ഠമല്ല. ശ്രേഷ്ഠമാണെന്നൊരു മനുഷ്യൻ ഭാവിക്കുമ്പോൾ അവൻ മണ്ടനാവും. 2ാം ലോക മഹായുദ്ധത്തിൽ വലിയ യുദ്ധം നടന്നൊരു സ്ഥലമാണ് സിംഗപ്പൂർ. അവിടെ ബ്രിട്ടീഷുകാർ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, ജപ്പാൻകാർ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ യുദ്ധത്തിൻ്റെ ദിവസം വരുമ്പോൾ ഈ കല്ലറയിൽ പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ വരും. നിങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നൊരു സായിപ്പ് വന്നു അവൻ്റെ അപ്പൻ്റെ കല്ലറയുടെ മുകളിൽ പൂക്കൾ വെച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. ജപ്പാൻകാരൻ വന്നു, അവൻ്റെ ആചാരപ്രകാരം കല്ലറയുടെ മുകളിൽ അരി വിതറും. ഈ അരി പക്ഷികൾ വന്ന് തിന്നുമ്പോൾ അത് അപ്പൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ സഹായിക്കും. നമ്മൾ ബലിയർപ്പിക്കും, കടത്തീർത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കും. അത് കൈകൊട്ടുമ്പോൾ ബലിക്കാക്ക വന്ന് കാക്ക അത് ഭക്ഷിക്കുമ്പം മരിച്ചുപോയ ആളിൻ്റെ ആത്മാവിന് ഗുണമുണ്ടാവുന്നു ഹിന്ദുക്കളുടെ ആചാരം. അപ്പോൾ സായിപ്പ് പൂ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജപ്പാൻകാരന് ഈ അരി കൊണ്ടുവന്ന് വിതറി.
സായിപ്പി ജപ്പാൻകാരനോട് ചോദിച്ചു, നിന്റെ അപ്പൻ എപ്പോഴാണ് ഈ അരി തിന്നാൻ വരുന്നത്? ജപ്പാൻകാരൻ പറഞ്ഞു, നിന്റെ അപ്പൻ ഈ പൂ മണപ്പിക്കാൻ വരുമ്പം എൻ്റെ അപ്പൻ വന്ന് അരി തിന്നോളും. ഒരുത്തൻ വിചാരിച്ച് മറ്റവൻ മണ്ടനാണ്, അതിനാണ് അവൻ ചോദിച്ചു നിന്റെ അപ്പനെപ്പോഴും അരി തിന്നുന്നത്. ജപ്പാൻകാരൻ വിചാരിച്ച് വീണെന്ത് വിട്ടിയടാ, ചത്തവൻ്റെ കലയുടെ മുമ്പിൽ പൂ കൊണ്ട് വെച്ചിട്ട് പോന്നു. അപ്പം എപ്പോഴാണ് നിന്റെ അപ്പൻ അരി തിന്നാൻ വരുന്നത് വെച്ചാൽ മറ്റവൻ ജപ്പാൻകാരൻ പറഞ്ഞു, നിന്റെ അപ്പൻ പൂ മണപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ അപ്പൻ അരി തിന്നോളും. അപ്പോൾ ഒരാചാരം മറ്റൊരാചാരത്തെക്കാൾ മഹത്തരമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവൻ വിഡ്ഢിയാണ്. ഓരോ മനുഷ്യനും അവൻ ജീവിക്കുന്ന സ്ഥലത്തെ കിട്ടുന്ന സാധനം വെച്ച് ആചാരം ഷേപ്പ് ചെയ്യും. ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രമായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലെ ആചാരം വളരെ ശ്രദ്ധയാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് പളനിയിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 1700 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഭോഗർ എന്ന് പറയുന്ന 3ാമത്തെ സിദ്ധനാണ് പളനിയിലെ ക്ഷേത്രം സ്ഥാപിച്ചത്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പളനി നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് കാവടിയാട്ടം. ഒരു കമ്പ് കഴുത്തിൻ്റെ കുറുകെ വെച്ചിട്ട് അതിന് 2 കുടം വെച്ചിരിക്കുക. അതിനകത്ത് നമ്മൾ ഓരോ സാധനം വെച്ചിട്ട് ഭഗവാന്റെ മുമ്പിൽ ആടി പ്രാർത്ഥിക്കാം. കാവടിയാട്ടം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ നേരം വെളുക്കുമ്പോൾ ഭസ്മവും മംഗളകരമായ സംഗതികൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് കാവടിയാടും, മംഗളക്കാവടി ആടും. 8 മണിയാവുമ്പോൾ സ്ത്രീകൾ പശുവിനെയൊക്കെ കറന്ന് പാലെടുക്കും. പാലെടുത്താൽ ആദ്യത്തെ പാല് സുബ്രഹ്മണ്യ സ്വാമികളാണ്. അവർ ഈ പാല് കൊണ്ടുവരും, കാവടിക്കകത്ത് ഒഴിക്കും, നൃത്തം ചവിട്ടും. അതാണ് പാൽ കാവടി. നൃത്തം ചവിട്ടിയിട്ട് ഈ പാലവിടെ കൊടുത്തേക്കും ഭക്തന്മാർക്ക്. പോഷകാഹാരക്കുറവുള്ള ഭക്തന്മാരൊക്കെ ഒന്ന് കുടിച്ചിട്ട് പോകും. 10 മണിയാവുമ്പോൾ കർഷകർ ഈ ഷുഗർ കെയിൻ അങ്ങോട്ട് വെട്ടിയിട്ട് അവർ ശർക്കര ഉണ്ടാക്കും. അപ്പോൾ ശർക്കര രാവിലെ എടുക്കും, രാത്രി മുഴുവൻ ചൂടാക്കിയിട്ട് രാവിലെ ശർക്കര എടുത്താൽ ആദ്യത്തെ ശർക്കര സുബ്രഹ്മണ്യ സ്വാമിക്കുള്ളതാണ്. അവരുകൊണ്ട് നീ 2 കാവടിയിൽ ശർക്കര ഇടും, എന്നിട്ട് ശർക്കര കാവടിയാണ്. ശർക്കര കാവടി 12 മണിക്ക് നട്ടുച്ചയ്ക്ക് പൂജ ചെയ്യുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പിൽ കല്യാണം കഴിച്ചാൽ മംഗളകരമായി കല്യാണമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മുമ്പിൽ പെൺകുട്ടികളെ കൊണ്ടുവന്നാൽ ഒരു സുന്ദരികളായി തീരും, നല്ല കല്യാണം നടക്കും. സുബ്രഹ്മണ്യ സ്വാമിയുടെ കീഴിൽ ഗർഭിണികൾ വന്നാൽ ആ ഗർഭത്തിലുള്ള കുട്ടി ആരോഗ്യമായിട്ട് വളരും. അതുകൊണ്ട് ഈ കാര്യങ്ങൾക്കായി കല്യാണം നടത്തുന്നതിന് കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് സമർപ്പിക്കാനൊക്കെ ആയിട്ട് ഭക്തർ വരും. ഭക്തർ വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പനിനീരാണ്. കല്യാണം കഴിയുമ്പോൾ പനിനീര് ഇങ്ങനെ കുടയും. ആ പനിനീര് കൊണ്ടുവന്ന് ഈ കാവടിയിലോട്ട് നിറച്ചിട്ട് കാവടിയാടും. അതാണ് പനിനീർ കാവടി. പനിനീർ കാവടി 4 മണിയാവുമ്പോഴത്തേന് സന്ധ്യാപ്രാർത്ഥന തുടങ്ങാണ്. ആ സമയം വരുമ്പോൾ ആളുകൾ മയിൽപ്പീലി കൊണ്ടുവരും. സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന മുഴുവൻ മയിൽപ്പീലിയാണ്. അപ്പം മയിൽപ്പീലി കൊണ്ടുവന്ന് ഈ കാവടിക്കകത്ത് മയിൽപ്പീലി വെച്ചിട്ട് കാവടിയാണ്. അതാണ് പീലിക്കാവടി. രാത്രിക്ക് 8 മണി കഴിയുമ്പോഴാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായി മരിച്ചവരുടെ മക്കൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചാൽ ആ മരിച്ച ആളിൻ്റെ ആത്മാവിനെ സുബ്രഹ്മണ്യ സ്വാമി മയിലിൻ്റെ പുറത്ത് കയറ്റി നേരെ മോക്ഷത്തിലോട്ട് പോകുന്നതാണ് വിശ്വാസം. അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരാൾ അങ്ങനെ ഭക്തർ വരും. അപ്പോൾ അവർ കൊണ്ടുവരുന്നത് എന്താണ്? ഭസ്മം. അച്ഛനെ അമ്മയെ ദഹിപ്പിച്ച ശേഷം അതിൽ ചെറിയ ഭസ്മം ഉണ്ടാവും. ആ ഭസ്മം കുറച്ച് കൊണ്ടുവന്ന് ഈ കാവടിയിലിട്ടിട്ട് ആടും. അതാണ് ഭസ്മക്കാവടി. അതാണ് പളനിയിലെ പ്രസിദ്ധമായ പാട്ട്. പളനിമല കോവിലിലെ പാൽക്കാവടി, ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മൾ കാവടിയാടുമ്പോൾ 6 സാധനം വെച്ചാൽ കാവടിയാടുന്നത്. രാവിലെ മഞ്ഞൾ, 8 മണിക്ക് പാല്, 10 മണിക്ക് ശർക്കര, 12 മണി കഴിഞ്ഞിട്ട് പനിനീർ, 4 മണി കഴിയുമ്പോൾ മയിൽപ്പീലി, രാത്രിയിൽ ഭസ്മക്കാവടി. ഒരേ ഈശ്വരനാണ്. ആ ഈശ്വരൻ്റെ അടുത്ത്
കല്യാണം കഴിക്കുമ്പോൾ ആളുകൾ കൊണ്ടുവരുന്നതല്ല സ്ത്രീകൾ കൊണ്ടുവരുന്ന പാല്. കൃഷിക്കാര് ശർക്കരയും കൊണ്ടുവരുന്നു, വൈകിട്ട് മയിൽപ്പീലി കൊണ്ടുവരുന്നു, മരിച്ചുപോയി പ്രാർത്ഥിക്കാൻ പറ്റും ഭസ്മം കൊണ്ടുവരുന്നു. ഒരേ സുബ്രഹ്മണ്യ സ്വാമിയാണ്. വരുന്ന ഭക്തൻ അവൻ്റെ മനസ്സിൽ ഇതനുസരിച്ചിട്ടാണ് ഒരു റിച്വൽ അല്ലെങ്കിൽ ആചാരം നടത്തുന്നത്. ആ ആചാരം വളരെ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. ഒരാചാരം മറ്റേ ആചാരത്തെക്കാൾ ശ്രേഷ്ഠമാണെന്നുള്ള മൗഢ്യം ആർക്കും പാടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കിട്ടിയപ്പോൾ മറ്റ് പല ദേശത്തും കിട്ടാത്തവർക്കുള്ള ഭാഗ്യമാണ്. മറ്റ് പല ദേശത്തും ഗർഭിണിയായാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം 100 കിലോമീറ്റർ അകലെയായിരിക്കും. അവിടെ പോകണം പ്രാർത്ഥിക്കാൻ. പെൺകുട്ടി ജനിച്ചു, ആ പെൺകുട്ടിയെ കൊണ്ട് പ്രാർത്ഥിക്കാൻ 200 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തിട്ടാണ് പളനി ക്ഷേത്രത്തിൽ പോകുന്നത്. ഈ ഗ്രാമത്തിൽ കണ്ടോ സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ തന്നെ ഉണ്ട്, 100 കിലോമീറ്റർ കാർ ഓടിച്ച് പോകണോ? വേണ്ട. അപ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വരുന്ന 6 തരത്തിലുള്ള ആൾക്കാർ 6 തരം കാവടി ആടുകയാണ്. ആ ഓരോ കാവടിയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ആചാരത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക, വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കാൻ പറ്റുക. ഇനി അങ്ങനെ ആചാരം മനസ്സിലാക്കി നമ്മൾ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ ഓരോ ആചാരവും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന ഓരോ ആചാരവും എന്താണ് അതിൻ്റെ പ്രത്യേകത മനസ്സിലായി വേണം.